സത്യം കണ്ടെത്താൻ ജീവനും സംഘവും ഇപ്പോൾ കടക്കുന്നത് അപകടകരമായ ഒരു വഴിയിലേക്കാണോ? ഇത് വെറും അന്വേഷണമല്ല, വേട്ടയാണ്. കൊലയാളി എന്ന നോവലിൻ്റെ 40-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയാണെങ്കിൽ ആരാണ് വിളിച്ചതെന്ന് അറിയാം. മിക്കവാറും പ്രഭാകരൻ്റെ മരണത്തിന് വിളിച്ച ആളുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകും. അത് കണ്ടുപിടിക്കണം എന്ന ഉദ്ദേശത്തോടെ ലോക്കൽ പോലീസ് സംഘത്തിൻ്റെ നേർക്ക് ജീവൻ നടന്നു. പ്രധാനപ്പെട്ട ഒരു ലിങ്കാണല്ലോ നഷ്ടമായത്. നഷ്ടങ്ങൾ സാധാരണമാണ്, എന്നാലും അപ്പോഴും ആ ഫോണിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമോ എന്ന് ആശങ്ക അയാളുടെ മനസ്സിനെ അലട്ടിയിരുന്നു. കാരണം അത് തകർന്ന് തരിപ്പണമായിട്ടുണ്ടാകില്ലേ, കല്ലിലേക്കല്ലേ വീണത്. അതിനായി പോയപ്പോഴാണ് അപകടം നടന്ന സ്ഥലം വിശദമായി ജീവൻ ഒന്നുകൂടി പരിശോധിച്ചു നോക്കിയത്. ഉയർന്ന ഒരു കല്ലിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് പ്രഭാകരൻ വീണതായിട്ടാണ് കാണുന്നത്. കല്ലിൻ്റെ മുകളിലേക്ക് കയറാൻ പ്രത്യേകമായി ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആ ഭാഗം അല്പം ഉയർന്നതാണ്. എന്നാലും ചുമ്മാതെ അതിനു മുകളിൽ ആരെങ്കിലും കയറുമോ? കല്ലിനു സമാന്തരമായി ആ വശത്തുകൂടി തന്നെ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നിന്നും വലതുവശത്തേക്ക് 2-3 ചുവട് വെച്ചാൽ തന്നെ പാറയുടെ മുകളിൽ എത്തും. അവിടെ കയറി നിന്നാലും കാര്യമായ ഒരു കാഴ്ചയും കാണാനില്ല. കുറച്ച് മുൻപിലായി കല്ലിനെ മറച്ചുകൊണ്ട് മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാഴ്ചകൾ കാണാൻ കഴിയാത്തത്. അത്രയും ഭാഗത്തു മാത്രം കൊക്ക പോലെ ആഴമുള്ള പ്രദേശമാണ്. അതിനടിയിലായിട്ടാണ് നിരന്ന പാറയുള്ളത്. ആ പാറപ്പുറത്താണ് ശരീരം കിടന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ മുകളിലുള്ള കല്ലിൽ നിന്നായിരിക്കണമല്ലോ താഴേക്ക് വീണത്. അയാൾ എന്തിന് അതിന് മുകളിൽ കയറി എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണല്ലോ. അവിടം വിശദമായി പരിശോധിച്ചു നോക്കിയപ്പോൾ ചെരുപ്പിൻ്റെ പാട് കാണാൻ കഴിഞ്ഞു. പ്രഭാകരൻ സ്ഥിരം വള്ളിച്ചെരുപ്പ് ഉപയോഗിക്കുന്നയാളാണ്. വള്ളിച്ചെരുപ്പിൻ്റെ പാടാണ് അവിടെ കണ്ടതും. അപ്പോൾ പ്രഭാകരൻ പാറയുടെ മുകളിൽ കയറി നിന്നതായിരിക്കണം. പക്ഷേ ഫോൺ ലഭിച്ചതിന് പ്രകാരം ഒരാളെ കാണാൻ പോയതാണല്ലോ പ്രഭാകരൻ. പിന്നെ എന്തിന് അയാൾ പാറപ്പുറത്ത് കയറണം എന്നത് ദുരൂഹമായ ഒരു കാര്യമാണല്ലോ. എന്തിനും ഏതിനും എന്തെങ്കിലും സൂചന കിട്ടണമെങ്കിൽ അയാളുടെ ഫോൺ കണ്ടെത്തണം. വിവരം ലോക്കൽ പോലീസിനോട് പറഞ്ഞപ്പോൾ അവർ ഫോണിൻ്റെ പല കഷണങ്ങൾ പല സ്ഥലത്തു നിന്നും പെറുക്കിയെടുത്തു കൊടുത്തു. എല്ലാം ചേർക്കേണ്ടതുപോലെ ചേർത്ത് വെച്ചു. എന്നിട്ട് നോക്കിയിട്ട് പോലും അത് പ്രവർത്തിക്കുന്നില്ല. ഇനി ഏതെങ്കിലും എക്സ്പേർട്ടിൻ്റെ കയ്യിൽ കൊടുത്താൽ അതിൽ നിന്നും വേണ്ട ഡാറ്റ റിക്കവർ ചെയ്ത് കിട്ടിയേക്കും. അങ്ങനെ ഒരു നേരിയ പ്രതീക്ഷ മാത്രമേ അപ്പോൾ ജീവൻ ജോസിന് ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രതീക്ഷയിൽ ആ ഫോൺ കയ്യിലെടുത്ത് അദ്ദേഹം നടന്നു. പ്രഭാകരൻ്റെ മരണത്തോടെ കൊലയാളിയുടെ രേഖാചിത്രം വരപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭാകരൻ്റേത് സാധാരണ ഒരു മരണമാണെന്ന് വിശ്വസിക്കാൻ ജീവനും സംഘത്തിനും കഴിയുമായിരുന്നില്ല. പ്രഭാകരൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല. അതിൻ്റെ ശരി വിവരം അറിയാൻ വേണ്ടി കൂടിയാണ് സുമയോട് വീണ്ടും സംസാരിച്ചത്. ആ വിവരവും തിരക്കി. പിന്നെ അയാൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ, മറ്റെന്തെങ്കിലും തരത്തിൽ വിരോധമുള്ള ആരെങ്കിലും ഉള്ളതായി അറിയാമായിരുന്നോ എന്നും തിരക്കി. അങ്ങനെയൊന്നും ഇല്ലെന്നാണ് സുമയിൽ നിന്നും ആ നാട്ടുകാരിൽ നിന്നും ജീവന് അറിയാൻ കഴിഞ്ഞത്.
നാട്ടുകാർക്കൊക്കെ പ്രഭാകരനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. ഒരു നയാ പൈസ പോലും കടം അയാൾക്കില്ല. ഉള്ളതുകൊണ്ട് ഒതുങ്ങിക്കഴിഞ്ഞു പോകുന്ന ഒരു സാധാരണ മനുഷ്യനാണ് പ്രഭാകരൻ. ശുദ്ധമനസ്കനാണെന്നാണ് പറഞ്ഞു കേട്ടത്. പ്രഭാകരൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ജീവനും സംഘവും അവിടെ നിന്നും മടങ്ങിയത്. കൊലയാളിയുടെ രേഖാചിത്രം വരയ്ക്കാൻ സഹായിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട പ്രഭാകരൻ, അല്ലേ സാർ? കൊല്ലപ്പെട്ടത് തന്നെയാണെന്ന് തീർച്ചയാക്കിയോ? അയാൾക്ക് ഏതെങ്കിലും കാരണവശാൽ മരിക്കാൻ തോന്നിയതാണെങ്കിലോ? അതിന് സാധ്യത തീരെ കുറവാണ് മഹേന്ദ്ര. കാരണം അയാൾക്ക് ജോലി കൊടുത്തിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടു എന്നതല്ലേ ഇപ്പോൾ സംഭവം. അതിൽ അയാൾ പ്രതിയല്ല. ഒരു തരത്തിലും അയാളെ സംശയിക്കാൻ പോലുമുള്ള വകയില്ല. അയാൾക്ക് മറ്റൊരാളിൽ നിന്നും ഇതുപോലെ തന്നെയുള്ള ജോലി കിട്ടുന്നതേയുള്ളൂ. ഇതുവരെ കിട്ടിയ അറിവ് പ്രകാരം അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണങ്ങളുമില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഒരു മൽപ്പിടുത്തം പോലുമില്ലാതെ അയാളെ അതിന് മുകളിൽ നിന്ന് താഴേക്കിടാൻ കഴിയുന്നത് എങ്ങനെ? അയാളോടൊപ്പം ആരും അങ്ങോട്ട് കയറിപ്പോയതായി ആരും കണ്ടിട്ടില്ല. ആരെങ്കിലും മുകളിൽ നിന്ന് തള്ളിയിട്ടതാണെങ്കിലും മറ്റൊരാളുടെ ചെരുപ്പിൻ്റെ അടയാളം പോലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും? അതിപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ല. ആ പാറയുടെ മുകളിൽ കണ്ട ഇലയുടെ അടയാളം എനിക്ക് ചില സംശയങ്ങൾ തോന്നിക്കുന്നുണ്ട്. അതിനെപ്പറ്റി അല്പം കൂടി വിശദമായി മറ്റൊരാളുമായി സംസാരിക്കാനും ഉണ്ട്. എങ്കിൽ മാത്രമേ ഉറപ്പു പറയാൻ കഴിയൂ. നാട്ടുകാരായ പലരോടും ലോക്കൽ പോലീസും വിവരങ്ങൾ തിരക്കി. പ്രഭാകരൻ വനത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് കണ്ട ആരുമില്ല. നാട്ടുകാരെല്ലാം ജോലിക്ക് പോകുന്ന സമയമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു സമയം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആളുകൾ ജോലിക്ക് പോകാനും മറ്റു കാര്യങ്ങൾക്കുമായി പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. പറഞ്ഞു കേട്ട പ്രകാരം പ്രഭാകരൻ പോയത് വളരെ നേരത്തെയാണ്. ആ സമയത്തായതുകൊണ്ടായിരിക്കണം ആരും അയാളെ ശ്രദ്ധിക്കാനുണ്ടാകാതിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് രേഖാചിത്രം വരയ്ക്കാൻ കഴിയണമെങ്കിൽ അതിന് പീതാംബരൻ സഹായിക്കണം, അല്ലെങ്കിൽ ശ്രീധരൻ വേണം. ആദ്യം നമ്മൾ ചിന്തിച്ചതും ആ വഴി തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് ആ മാർഗം സ്വീകരിക്കാം. ഒരു വഴി അടഞ്ഞു എന്നതുകൊണ്ട് മറ്റൊരു വഴി ഉപയോഗിക്കാതിരിക്കരുതല്ലോ. നമുക്കിനി അത്യാവശ്യമായി കാണേണ്ടത് ഹമീദ് സാറിൻ്റെ അടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന സുധാകരനെയും കൂട്ടുകാരനെയുമാണ്. അവരിൽ നിന്നും നമുക്ക് ലഭിക്കാനുള്ളത് വളരെ വിലപ്പെട്ട അറിവുമാണ്. എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ആ അറിവ് നമ്മളെ നേരിട്ട് കൊലപാതകയിലേക്ക് നയിക്കാനുള്ള മാർഗം തുറന്നു തരും. ഇന്നിപ്പോൾ അയാൾ മിക്കവാറും വീട്ടിൽ കാണും. അയാളോട് അവിടെ വെച്ച് തന്നെ ചോദിക്കാം. അവർ സുധാകരൻ്റെ വീട്ടിലെത്തിയപ്പോൾ അയാൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ജീവനും സംഘവും വരും എന്ന കാര്യം മിക്കവാറും മാത്യുവിൽ നിന്ന് അറിഞ്ഞു കാണും. ആ പ്രതീക്ഷയിൽ തന്നെയാണ് അവർ അവിടെ എത്തിയത്. അവരുടെ പ്രതീക്ഷ ശരിയായിരുന്നു താനും. സാമാന്യം വലിയൊരു വീടാണ് സുധാകരൻ്റേത്. പോർച്ചിൽ അധികം വിലപിടിപ്പില്ലാത്ത ഒരു കാറ് കിടപ്പുണ്ട്. 2 നില വീടാണ്. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. അവർ ചെന്ന് ഗേറ്റിന് പുറത്തു നിന്നും ഹോൺ മുഴക്കിയപ്പോൾ ഒരാൾ വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. മുറ്റത്തേക്ക് കയറ്റി നിർത്തിയ ജീപ്പിൽ നിന്നും ഇറങ്ങിയ അവരെ അകത്തേക്ക് ആനയിച്ചത് സുധാകരൻ തന്നെയാണ്. സുധാകരനോട് ഹമീദ് സാറിൻ്റെ വീട്ടിൽ ചീട്ട് കളിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട്
മാത്യുവിനോട് ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ആദ്യം അവർ ചോദിച്ചു. എല്ലാത്തിനും കൃത്യമായി ഒരു വളച്ചുകെട്ടുമില്ലാതെ, ആലോചിക്കുകയോ ചിന്തിക്കുകയോ സംശയം തോന്നുന്ന എന്തെങ്കിലും ഭാവങ്ങളോ ഇല്ലാതെ തന്നെ അയാൾ മറുപടി കൊടുത്തു. അത്രയും കഴിഞ്ഞതിന് ശേഷമാണ് പുതിയതായി ഒരാളെ കൂട്ടിക്കൊണ്ട് ഹമീദ് സാറിൻ്റെ അടുത്തേക്ക് പോകാൻ ഉണ്ടായ കാരണത്തെക്കുറിച്ച് ചോദിച്ചത്. അപ്പോഴും സുധാകരനിൽ ഒരു ഭാവവ്യത്യാസവും കാണാൻ കഴിഞ്ഞില്ല. അത് ആരാണെന്നും അയാൾ ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാനുണ്ടായ കാരണമെന്താണെന്നും ആയിരുന്നു പ്രധാനമായും അവർക്ക് ചോദിച്ചറിയേണ്ടിയിരുന്നത്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സുധാകരൻ സാമാന്യം വിശദമായി തന്നെ പറഞ്ഞു. എൻ്റെ മകൻ നഗരത്തിൽ ഒരു കമ്പനിയിലെ ജോലിക്കാരനാണ്. അവൻ്റെ കൂട്ടുകാരനാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രമേശൻ. അത് സമ്മതിക്കാം. അതിൽ പ്രത്യേകതകളൊന്നും അവർക്ക് തോന്നിയതുമില്ല. പക്ഷേ തങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് സുധാകരൻ കടന്നില്ല. അത് എന്തുകൊണ്ടാണെന്നായിരുന്നു അവരുടെ രണ്ടുപേരുടെയും സംശയം. ആ സംശയഭാവം അവരുടെ മുഖത്ത് കണ്ടതുകൊണ്ട് സുധാകരൻ സാമാന്യം വിശദമായി തന്നെ പറഞ്ഞു. രമേശന് ബന്ധുക്കൾ ആരുമില്ല എന്നാണ് സുനിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ബന്ധുക്കളില്ലാത്തത് എന്നതിനെക്കുറിച്ച് ഞാൻ സുനിലിനോട് ചോദിച്ചു. അവന് അറിയില്ല. രമേശനോട് അതിനെപ്പറ്റി ചോദിക്കണ്ട എന്നാണ് എൻ്റെ മകൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചില്ല. അവധി വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ആരുടെയെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോകുന്നതാണ് രമേശൻ്റെ രീതി. രമേശനും സുധാകരൻ്റെ മകൻ സുനിലും പരിചയപ്പെട്ടിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അതായത് രമേശൻ സുനിൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ വന്നു ചേർന്ന അന്ന് മുതലാണ് അവർ തമ്മിലുള്ള സ്നേഹബന്ധം ചെറുതായി തുടങ്ങിയത്. അത് കൂടുതൽ ആഴത്തിലുള്ള സ്നേഹബന്ധമായി മാറിയത് ഈ വർഷം ആദ്യം മുതലാണ്. കഴിഞ്ഞ വർഷം അവധി സമയത്ത് രമേശൻ പോയത് സുനിലിൻ്റെ കൂട്ടുകാരനായ രതീഷിനൊപ്പം ആയിരുന്നു. ഈ വർഷം സുനിലുമായുള്ള അടുപ്പം കുറേ കൂടി സ്ട്രോങ് ആയല്ലോ. അതുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് വരുവാനുള്ള താല്പര്യം രമേശൻ പ്രകടിപ്പിച്ചു എന്നാണ് സുനിൽ പറഞ്ഞത്. അതനുസരിച്ചാണ് അവനിവിടെ വന്നത്. ഈ രമേശൻ്റെ ബന്ധുക്കൾക്ക് എന്ത് സംഭവിച്ചതാണെന്ന് അയാൾ സുനിലിനോട് പറഞ്ഞിട്ടുണ്ടോ? എന്തായിരിക്കും അപ്പോഴത്തെ സുധാകരൻ്റെ ഭാവം? ഒന്ന് ഗസ് ചെയ്ത് നോക്കി പറഞ്ഞേ. ഈ രമേശൻ യഥാർത്ഥത്തിൽ ആരാണ്? ജീവൻ അടുത്തെത്തുന്നത് സത്യത്തിലേക്കോ അതോ കൂടുതൽ അപകടത്തിലേക്കോ? കേൾക്കുന്നവരൊരു ലൈക്കെങ്കിലും ചെയ്യണേ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.